ഹലോ, ഹെൽത്ത് ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈയിടെയായിട്ട് എനിക്ക് കുറച്ച് നാളായിട്ട് ഉറക്കമില്ലായിരുന്നു. എന്ത് കാരണമെന്ന് എനിക്ക് പിടികിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു 11 മണിക്ക് പോയി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് 2 മണിയായാലും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ചിലപ്പോൾ 3 മണിക്കൊക്കെ ആയിരിക്കും നമ്മൾ ഉറങ്ങുന്നത്. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ലേറ്റായിട്ട് എണീക്കേണ്ട ഒരു അവസ്ഥ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ തോന്നി. അങ്ങനെ എന്തായാലും ഒരു ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞ് ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ കുറേ ടെസ്റ്റുകളൊക്കെ നിർത്തി നോക്കിയപ്പോൾ കൊളസ്ട്രോൾ കുറച്ച് കൂടുതലുണ്ട്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഡോക്ടർ ഒരു ഡയറ്റീഷ്യൻ ആയതുകൊണ്ട് പുള്ളി ഫുഡിനെ കുറിച്ച് ചോദിച്ചു. എന്ത് ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നതെന്ന് ചോദിച്ചു. പ്രത്യേകിച്ച് രാത്രിയിൽ എന്ത് ഫുഡാണ് കഴിക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മിക്കവാറും പുറത്തു പോയിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് ഞാൻ മട്ടണും ചിക്കനും അങ്ങനെയുള്ള നോൺ വെജ് ഒക്കെയാണ് കൂടുതൽ കഴിക്കുന്നത്. എന്നിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് കഴിക്കുന്നത്. ചിലപ്പോൾ 11 മണിക്കൊക്കെ കഴിക്കാറുണ്ട്. വീട്ടിലഥവാ ഞാൻ ഫുഡ് വെച്ചാൽ ചിലപ്പോൾ ചിക്കൻ വെച്ച് കഴിക്കും. ചപ്പാത്തിയും ചിക്കനും ഒക്കെയാണ് രാത്രി കഴിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ രാത്രി ഒരു കാരണവശാലും നോൺ വെജ് കഴിക്കാൻ പാടില്ല. കാരണം അത് ദഹിക്കാനായിട്ട് ഒരുപാട് ടൈം എടുക്കും. അഥവാ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുക. രാത്രിത്തെ ഫുഡ് നിങ്ങൾ 8 മണിക്ക് മുമ്പ് കഴിക്കണം. അതും വെജിറ്റേറിയൻ ആയിരിക്കണം, സിമ്പിളായിട്ടുള്ള ഫുഡായിരിക്കണം. അത് 8 മണിക്ക് മുമ്പ് നിങ്ങൾ കഴിക്കുക. എന്നിട്ട് ഒരു 10-10:30 നിങ്ങൾ ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാൽ വേറെ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല. മൊബൈൽ നോക്കാൻ പാടില്ല, വേറെ കഥകൾ കേട്ടിരിക്കാൻ പാടില്ല, TV കണ്ടിരിക്കാൻ പാടില്ല. റൂമിൽ പോയി കഴിഞ്ഞാൽ, ബെഡ്റൂമിൽ പോയി കഴിഞ്ഞാൽ ഉറങ്ങുക മാത്രം ചെയ്യുക. കുറഞ്ഞ ഒരു അരമണിക്കൂറിൽ നിങ്ങൾക്ക് എന്തായാലും ഉറക്കം വരും. നിങ്ങൾ ഫുഡിന്റെ പാറ്റേൺ മാറ്റാനായിട്ട് പറഞ്ഞു. അതനുസരിച്ച് ഞാൻ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഫുഡ് പാറ്റേൺ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ ഓരോ ദിവസവും രാത്രി സപ്പറിനായിട്ട് ഞാൻ ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്നുണ്ടാക്കുന്ന ഫുഡിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. ഇന്നുണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് വെച്ചാൽ കീര വെച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചുവന്ന കീര, പിന്നെ കീരയുടെ കൂടെ ഞാൻ 2 മുട്ട കൂടെ ഇടും. പിന്നെ നമുക്ക് ഉള്ളി വേണം, 1-2 പച്ചമുളക് വേണം, ഒരു 2-3 പച്ചമുളക് വേണം, 2 ഉള്ളി വേണം, പിന്നെ ഉപ്പ് പാകത്തിന്. ഈ 5 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ഉള്ളി അരിയാം. ഓക്കെ, ഇനി കീര എടുത്തരിയാം. കീര മൊത്തത്തിന് എടുത്തിട്ട് കറക്റ്റ് നമ്മൾ ഇങ്ങനെ ചുരുട്ടണം. ഫുള്ളായിട്ട് ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് അരിഞ്ഞാൽ മതി. കീര അരിഞ്ഞു മാറ്റി വെച്ചു. ഇനി 3 പച്ചമുളക് അരിയാം. ചെറുതായിട്ട് അരിയണം. ഇനിയിപ്പോൾ നമ്മൾ കീര പാചകം ചെയ്ത് നോക്കാം. വെളിച്ചെണ്ണ ഇടുക. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണിത്. അതിനകത്ത് ഉള്ളി ഇട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് എണ്ണ ചേരുമ്പോൾ നമ്മൾ അടച്ചു വയ്ക്കുക. 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇനിയിപ്പോൾ ഈ ലെഡ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിനകത്ത് പച്ചമുളക് ഇടാം. പച്ചമുളക് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് കൂടെ കിടക്കുക. 2 മിനിറ്റ് കൂടെ ഈ അടച്ചു വയ്ക്കുക. നമ്മൾ ഈ ഉള്ളി അധികം മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് അതിനകത്ത് കിടന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഈ ഗ്ലാസിന്റെ ലിഡിട്ടുള്ളതുകൊണ്ട് അതിനകത്തുള്ള ഉള്ളിലുള്ള ആവി തന്നെ കയറിയിട്ട് തിരിച്ചത് അതിന്റെ വെള്ളം വീണിട്ട് അത് ശരിക്കും വഴന്നു വരും. അപ്പം വെന്ത് വരികയും ചെയ്യും. കൂടുതൽ മൂപ്പിക്കാൻ പാടില്ല. ഇതാ ഉള്ളി ഇട്ടിട്ട് 4 മിനിറ്റായി. ഇനി നമുക്കിതിനകത്ത് ഇതൊന്ന് ഇളക്കിയിട്ട് കീര ഇടാം. കീരയിട്ട് ഒന്നുകൂടെ നല്ലവണ്ണം ഉള്ളിയുടെ കൂടെ നല്ലവണ്ണം ഇളക്കുക.
ഇത് വീണ്ടും നമ്മൾ അടച്ചു വെക്കുക. ഈ കീരയ്ക്കകത്തുള്ള വെള്ളം കൊണ്ട് തന്നെ അത് വേവിക്കും. കുറച്ച് ലോ ഹീറ്റിൽ വെച്ചാൽ മതി. കീര വേവിക്കാൻ ഇട്ടിട്ട് ഇപ്പോൾ 4 മിനിറ്റായി. അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അത് കറക്റ്റായിട്ട് കീരയ്ക്കകത്തുള്ള ആ വെള്ളത്തിൽ തന്നെ അത് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 4 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലവണ്ണം വേവും. അപ്പോൾ അതിന് അതേ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് വെള്ളത്തിനകത്ത് കലക്കിയിട്ട് അത് കുറച്ച് ഉപ്പുവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ കുറച്ച് വെള്ളത്തിൽ നമുക്ക് കൂടെ വെന്തോളും. ആ ഉപ്പ് കിട്ടുകയും ചെയ്യും, ആ കുറച്ച് വെള്ളത്തിൽ വേവുകയും ചെയ്യും. ഉപ്പൊഴിച്ചു. ഇനി ഒരു 4 മിനിറ്റ് കൂടെ നമ്മളിത് വെച്ചാൽ മതി. കീര വേവും. കീര ഇട്ടിട്ട് ഇപ്പോൾ 8 മിനിറ്റായി. മിക്കവാറും കീര വെന്ത് കാണും. അതേ, കീര നല്ല വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കേണ്ടത് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കേണ്ടത്. അതായത് നമ്മൾ ഈ കീരയെല്ലാം സൈഡിലോട്ടാക്കി വെച്ചു. കുറച്ച് എണ്ണ ഒഴിക്കണം. എന്നിട്ട് ഞാൻ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 2 മുട്ടയിൽ 2 വെള്ളയും 1 മഞ്ഞയും. ഞാൻ ആ മഞ്ഞ ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വല്പം കൊളസ്ട്രോൾ ഉണ്ട്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് തൽക്കാലം നിങ്ങൾ മഞ്ഞ ഒഴിവാക്ക്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞ കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ 1 മഞ്ഞയും 2 വെള്ളയും എടുത്തിരിക്കുകയാണ്. ഇത് ഇടയ്ക്ക് നമ്മൾ ഇടണം. ഇട്ടിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു 1 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. അടയ്ക്കുമ്പോൾ അത് വേവും. ഏതാണ്ട് പരിപാടി കഴിയാറായി. ഇനിയിപ്പോൾ വേണ്ട, മുട്ട ചെറുതായിട്ട് വെന്ത്. ഇനിയിപ്പോൾ അവനൊന്ന് ഇളക്കുക, മുട്ടയൊന്ന് ഒടിക്കുക. ഇടയ്ക്ക് മുട്ട നല്ലോണം നമ്മൾ ഒടിക്കണം, പ്രസ് ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇവനെല്ലാം കൂടെ ഒരു ഇളക്കിളക്കുക. സംഗതി കഴിഞ്ഞു. കീരത്തോരൻ കഴിഞ്ഞു. കീരയും മുട്ടയും ചേർന്നുള്ള അടിപൊളി തോരൻ കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ 1 മിനിറ്റ് നിങ്ങളിങ്ങനെ തുറന്ന് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കുക. ഇങ്ങനെ തുറന്ന് കിടക്കട്ട് തുറന്ന് ജസ്റ്റ് ഒന്ന് ഇത് ഡ്രൈ ആക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാം. എൻ്റെ ഫുഡ് ഇതാ റെഡിയായി കഴിഞ്ഞു. അതായത് കീര, ഇച്ചിരി അച്ചാറ്, പിന്നെ 2 നെയ്യ് ചേർത്ത ചപ്പാത്തി. അപ്പോൾ ഈ കീരയാണ് ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്. കാര്യം കീരയാണ് നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്. ചപ്പാത്തി 2 എണ്ണം കഴിച്ചാൽ മതി. പിന്നെ ഇത് അപ്പിറ്റൈസറായിട്ട് നമ്മൾ ഉപയോഗിക്കും. കാര്യം നാരങ്ങ കാണുമ്പോൾ നമുക്ക് എന്തായാലും വായിൽ വെള്ളം ഊറും. എന്ന് പറഞ്ഞാൽ നമുക്ക് സലൈവ ഉണ്ടാവും. കൂടുതൽ സലൈവ ഉണ്ടായാൽ വായിൽ വെച്ച് തന്നെ നമുക്കൊരു 30% ദഹിപ്പിക്കാൻ പറ്റും. അപ്പോൾ കീരയും ചപ്പാത്തിയും നമുക്ക് കഴിച്ചു നോക്കാം. ഓക്കെ, ചപ്പാത്തിയും കീരയും കൂടെ ഇതുപോലെ എടുത്ത് നമുക്ക് കഴിക്കാം. ചപ്പാത്തി വളരെ കുറച്ച് കഴിക്കുക, പക്ഷെ കീര ആവശ്യം പോലെ നിങ്ങൾ കഴിക്കണം. അതാണ് വേണ്ടത്. കീര കൂട്ടി ചപ്പാത്തി കുറച്ച് കഴിക്കുക. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കി രാത്രി കഴിച്ചു നോക്കുക. സുഖമായി നമുക്ക് ഉറങ്ങാം. രാവിലെ നല്ല ഫ്രഷായിട്ട് എണീക്കാൻ പറ്റും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ ഫുഡിനെ കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ദയവായി അവരും ഈ ഫുഡ് വെച്ച് കഴിക്കട്ടെ പ്ലീസ്. എന്തായാലും ബൈ ബൈ.